നമസ്കാരം, ഞാൻ ഡോക്ടർ ആഷിഷ് സരീം, PRS ഹോസ്പിറ്റലിലെ എമർജൻസി മെഡിസിൻ മേധാവി. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്നേക്ക് ബൈറ്റിനെ പറ്റിയാണ്, പാമ്പ് കടി. സാധാരണയായി ഇന്ത്യയിൽ കാണുന്ന 4 തരം പാമ്പുകളാണ്. ഒന്ന് കോബ്ര, അതായത് മൂർഖൻ; ക്രൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ ശംഖുവരൻ അല്ലെങ്കിൽ വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പ്; പിന്നെ മെയിനായിട്ട് നമ്മുടെ അണലി എന്ന് പറയുമ്പോൾ 2 തരമുണ്ട്, റസൽസ് വൈപ്പറും സോസ്കെയിൽഡ് വൈപ്പറും. ഈ 4 തരം പാമ്പുകളാണ് നമുക്ക് വിഷപ്പാമ്പുകളായിട്ട് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഈ പാമ്പ് കടിക്കുമ്പോൾ നമുക്ക് 2 തരത്തിലാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക. ഒന്ന്, നമ്മൾ പാമ്പ് കടിക്കുമ്പോൾ വല്ലാതെ പേടിച്ച് അത് കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അതല്ലാണ്ട് പാമ്പിന്റെ വിഷം കാരണം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു പാമ്പ് കടി ഉണ്ടായാൽ ആദ്യം വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ആ പേഷ്യന്റിനെ റീഅഷ്യൂർ ചെയ്യുക, എന്നിട്ട് ഉടനെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കടി വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഒരു ASV അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് ഇമ്മീഡിയറ്റ്ലി പോകണം. അപ്പം ASV നമ്മൾ പലപ്പോഴും കൊടുക്കാനുള്ള മടി എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ICU കിടക്കാനുള്ള ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ കാരണമാണ് പലരും മടിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് ഈ ഒരു വാക്സിൻ കൊടുക്കുന്ന അല്ലെങ്കിൽ സ്നേക്ക് ബൈറ്റ് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് റീഇംബേഴ്സ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ തിരിച്ച് കിട്ടാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഗവൺമെന്റ് അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഉടനെ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിലെത്തി ASV ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ASV നമ്മൾ എല്ലാ പാമ്പുകൾക്കും കൊടുക്കാറില്ല. ഈവൻ വിഷപ്പാമ്പ് കടിച്ചാൽ പോലും ചില ബൈറ്റൊക്കെ ഡ്രൈ ബൈറ്റ് ആയിരിക്കും. അങ്ങനെ വിഷം അകത്ത് കുത്തി വെക്കാതെ പാമ്പ് കടിക്കുന്ന കളികളായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലിനിക്കലി നോക്കിയിട്ട് ആണ് ഈ ASV എന്ന് പറഞ്ഞ മരുന്നുകൾ കൊടുക്കുന്നത്. ASV നമ്മൾ കൊടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു പോളിവാലന്റ് ASV ആണ്. അതായത് പല പാമ്പുകൾക്കുമുള്ള വിഷത്തിനെതിരെയുള്ള ഒരു മരുന്നാണ് നമ്മൾ ASV. അതുകൊണ്ട് തന്നെ ഏത് പാമ്പാണെന്ന് വ്യക്തമായി അറിയേണ്ട കാര്യമില്ല. അപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്ന നമുക്കാണ് സാധാരണ പാമ്പിനെ കൊന്ന് ആ പാമ്പിനെയും കൂടെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ക്ലിനിക്കലി ASVയുടെ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ASV കൊടുക്കേണ്ട കാര്യമുണ്ടെങ്കിൽ നമ്മൾ ആ എല്ലാ പാമ്പുകൾക്കും കൊടുക്കാൻ പറ്റുന്ന മരുന്നാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഈ ഒരു വിവരം ബാക്കിയുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.